ഹായ് ഫ്രണ്ട്സ്, നല്ല ചില്ല് ഭരണിക്കകത്ത് ഇതുപോലെ നെല്ലിക്കായും മാങ്ങായും ഒക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. എങ്ങനെയാണ് നെല്ലിക്ക കുറച്ച് കേട് കൂടാതെ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപ്പിലിടാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തേക്ക് അതിലേക്ക് ആവശ്യമായ പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി വളരെ നല്ലതാണ്. നെല്ലിക്കായിൽ കുറച്ച് പോലും ജലാംശം പാടില്ല. നന്നായിട്ട് നമ്മളൊരു നല്ല വൃത്തിയുള്ള തുണിയും കൊണ്ട് നിന്ന് തുടച്ചെടുക്കണം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം തയ്യാറാക്കാം. അതിലേക്ക് ഞാൻ ഒരു 1.5 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് ഒരു 3 ടീസ്പൂണോളം കല്ലുപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് നമുക്കൊന്ന് ആറാൻ വയ്ക്കാം. ഇനി നെല്ലിക്ക ഉപ്പിട്ട് വെക്കുന്നതിന് ആവശ്യമായ ഭരണി നന്നായിട്ടൊന്ന് കഴുകി ഉണക്കാൻ വയ്ക്കണം. ഭരണിയിൽ ഒട്ടും ജലാംശം പാടില്ല. വെള്ളം ഒന്ന് ആറി വന്ന് ചെറിയ ചൂടോടുകൂടി നമുക്കത് ഭരണിയിലേക്ക് ഒഴിച്ച് നമ്മൾ തുടച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കായും പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് നികക്ക വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 3-4 ദിവസം അടച്ച് വയ്ക്കാം. അന്നേരത്തേനും നമ്മുടെ നെല്ലിക്ക റെഡിയായി കിട്ടും. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്